ദ സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ബക്രീദ് സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ബക്രീദ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈഡ് റൈസും അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് പ്രോൺസ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രോൺസിൻ്റെ ഒക്കെ ഒരു കാലമാണല്ലോ, അപ്പോൾ പ്രോൺസ് കിട്ടാനും എളുപ്പമുണ്ടാവും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇതിന് വേണ്ട അരി റെഡിയാക്കാനായിട്ട് ഞാനൊരു 8 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ അരി ഇടാം. എന്നിട്ട് ഇത് വേവുന്നുണ്ടോ എന്ന് ഇറക്കി നോക്കാം. ഇപ്പോൾ പ്രോൺസ് ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ഉള്ളതേ കാണിക്കുന്നുള്ളൂ. 2 പേരെ പോർഷനെ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. പക്ഷെ അരി ഇപ്പോൾ ഒരു 4 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ അതാദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേഷൻ ആദ്യമായിട്ട് 1 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വറുത്ത് കോരാം. ഞാൻ ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. 10 മിനിറ്റ് മാക്സിമം മതിയാവും. അപ്പം ഞാൻ ചെമ്മീൻ മൊത്തം അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇതൊരു ചൈനീസ് ഡിഷ് ആയത് കാരണം ഒരുപാട് മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഒരുപാട് റെഡ് കളർ ഉണ്ടാവില്ല. പക്ഷെ പെപ്പർ പൗഡർ ഉള്ള കാരണം എരിവുണ്ടാവും. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടുപിടിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. സവാള എടുത്തിട്ടുണ്ട്. ഇതൊരു സവാളയാണ്. 1 ക്യാപ്സിക്കം, 12 ബീൻസ്, ആവശ്യത്തിനുള്ള സെലറി, ആവശ്യത്തിനുള്ള സ്പ്രിംഗ് ഒണിയൻ, 1 ക്യാരറ്റ്, 8 ഗാർലിക്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് ഈ ഗാർലിക് ഒന്ന് ഇട്ടിട്ട് ആദ്യം സോർട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എല്ലാ ചേരുവകളും എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ സവാളയാണിത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതൊന്ന് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നതൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. ഏകദേശം ഈ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമുക്ക് ബീൻസ് ആഡ് ചെയ്യാം. ഇതൊരു 10-12 ബീൻസ് ഉണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിനുശേഷം 1 ക്യാപ്സിക്കം ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്യാം. ഇതൊരു വലിയ ക്യാരറ്റിൻ്റെ 1 ക്യാരറ്റാണ്, അതുകൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും മുഴുവനായിട്ട് വേവില്ല. നമ്മൾ സ്റ്റിർ ഫ്രൈ ആണ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ ഉപയോഗിച്ച അതേ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചത്. കുറച്ച് ഓയിൽ കുറവുള്ളതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം സോയാ സോസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം. സോയ സോസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ആഡ് ചെയ്യാൻ. സോസസിലൊക്കെ കുറച്ച് ഉപ്പ് ഉണ്ടാവും. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വറുത്ത് മാറ്റി വെച്ച പ്രോൺസ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു 2 മുതൽ 3 വരെ ആൾക്കാർക്ക് കഴിക്കാനുള്ള പോർഷനേ ഉള്ളൂ. ഞാൻ മൊത്തം റൈസ് എടുത്തതിൻ്റെ കാണിക്കുന്നില്ല. കുറച്ച് കുറച്ചായിട്ട് ഫ്രൈഡ് റൈസിന് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്.
ഇനി ഞാനൊരു മുട്ട കൂടി എടുത്തിട്ടുണ്ട്. മുട്ട നേരിട്ട് നമ്മളുടെ ഈ കൂട്ടിലേക്ക് തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു 10 സെക്കൻഡ് നമ്മൾ ഇളക്കാതെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുവാണ്. കുറച്ചുകൂടെ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മുട്ട ഒന്ന് സോർട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം പച്ചക്കറികളുടെ കൂടെ മുട്ട കൂട്ടിയിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കുവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള റൈസും കൂടി നമുക്കിടാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 പേർക്കുള്ള പോർഷൻ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ട റൈസ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഇത് എടുക്കാൻ പാകമാവുന്ന സമയത്താണ് നമ്മൾ സെലറിയും സ്പ്രിംഗ് ഒണിയനും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്താലേ അതിനൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് അത് ആഡ് ചെയ്യുന്നത്. അതുകൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരി പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഒരുപാട് നമ്മൾ ഇളക്കണ്ട. അരിയുടെ പാകം നോക്കിയിട്ട് അരി ഏകദേശം ഒരു 90% വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് അരി ഒരുപാട് കുഴഞ്ഞു പോയാൽ ഫ്രൈഡ് റൈസിലേക്ക് ശരിയാവില്ല. നമുക്ക് ഇനി ഇതിനൊരു ബേൺഡ് ടേസ്റ്റ് കൊടുക്കാനായിട്ട് 2 ചാർക്കോളിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഫ്ലെയിമിൽ കാണിച്ചിട്ട് ഒന്ന് ബേൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബേൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതൊരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഈ ഫ്രൈഡ് റൈസിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു ബേൺഡ് സ്മെല്ല് നമ്മളുടെ മൊത്തം ഫ്രൈഡ് റൈസിനും കിട്ടും. അപ്പോൾ അതൊരു 15 മിനിറ്റ് അങ്ങനെ തന്നെ അനക്കാതെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ആയിക്കഴിഞ്ഞു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ഹാപ്പി ബക്രീദ്.